അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കയ്യിലുള്ള ഹാൻഡ്സെറ്റിലേക്ക് നോക്കൂ. അതിൻ്റെ സ്ക്രീനാണ് നാം ശ്രദ്ധിക്കുന്നത്. അവിടെ വെച്ചാണ് നമുക്ക് കാണേണ്ടതായ പലതിനെയും നാം കാണുന്നത്. ആ സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങളുടെ ക്ലാരിറ്റി അനുസരിച്ചാണ് നമ്മുടെ ഹാൻഡ്സെറ്റിന് ക്ലാരിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ സ്ക്രീനിൽ അങ്ങനെയുള്ള ചിത്രം വ്യക്തമായി കാണണമെങ്കിൽ അതിനകത്ത് ധാരാളക്കണക്കായിട്ടുള്ള ഉപകരണങ്ങൾ വേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. ആ ഉപകരണങ്ങളോടൊപ്പം അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ബാറ്ററിയും ചാർജ് ചെയ്യപ്പെടണം. ഈ ഉപകരണങ്ങൾ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്താൽ, അല്ലെങ്കിൽ അത് കേടുവന്നു പോയാൽ, അതല്ലെങ്കിൽ അതിനെ ചലിപ്പിക്കുന്ന ബാറ്ററി നിലച്ചുപോയാൽ നമുക്ക് പിന്നെ ആ സ്ക്രീൻ വെറുമൊരു ചില്ല് കഷ്ണം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ ചേർത്ത് നിർത്തി നാം വായിച്ചാൽ നമ്മുടെ മുഖഭംഗിയും നമ്മൾ ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഭാവങ്ങളും അതിൻ്റെ സൗന്ദര്യവും അതെല്ലാം നിലനിൽക്കണമെങ്കിൽ ആന്തരികമായ ഒരു വിശുദ്ധി, ഒരു ആരോഗ്യം നാം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിത കാഴ്ചപ്പാടിൽ എല്ലാം വളരെ ആരോഗ്യകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴേ, ആ ആന്തരികമായിട്ടുള്ള ഗുണങ്ങൾക്ക് തിളക്കമുണ്ടാകുമ്പോഴേ പുറമേക്കുള്ള നമ്മുടെ സംസാരത്തിനും നമ്മുടെ ഇടപെടലുകൾക്കും നമ്മുടെ മനോഭാവത്തിനുമൊക്കെ സ്ഥായിയായ നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. ഈ മൊബൈൽ ഹാൻഡ്സെറ്റ്, ഈ ഫോൺ ഉപകരണം പ്രവർത്തിക്കാൻ ഇന്ധനം ആവശ്യമാണ് എന്നതുപോലെ, അതിൻ്റെ ബാറ്ററി തീർന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നതുപോലെ ആത്മീയമായ ഒരു ചൈതന്യം നിലനിർത്താൻ ബോധപൂർവമായ ശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ആത്മീയമായ ആ ഒരു ചൈതന്യം നിലനിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുറമേക്ക് കാണുന്ന, പ്രകടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എല്ലാ കാലത്തേക്കും ആരോഗ്യകരമായി നിലനിർത്താൻ കഴിയുകയുള്ളൂ. പുറമേക്ക് പ്രകടിപ്പിക്കപ്പെടുന്ന, പുറമേക്ക് കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഒരു മനുഷ്യൻ്റെ സന്മാർഗത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത്. പുറമേക്ക് കാണാത്തതും അനുഭവിക്കാൻ കഴിയാത്തതും തൊട്ടുനോക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ആന്തരികമായ വിശുദ്ധിയാണ് യഥാർത്ഥത്തിൽ നമ്മെ നമ്മളാക്കി തീർക്കുന്നത്, മാനവികതയുള്ളവരാക്കി തീർക്കുന്നത്, മൂല്യബോധമുള്ളവരാക്കി തീർക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ കാവൽക്കാരനെ നാം നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിർത്തുകയാണ് വേണ്ടത്. പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.